എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദിയുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് തുടർന്ന് കേൾക്കാം. ഹരി ഓം സർ. 11-ാം അധ്യായം 10-ാം അധ്യായം 10-ാം അധ്യായം, സോറി, 10-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം വരെ. അതെ, ഹരി ഓം. 20 മനസ്സിലാക്കാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമിസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ധ്വരിപായനോ വിരഹകാതരെ അജുഹാവ പ്രേതി തന്മയതയാതരവോഭിനേതുക്തം സ്വഭൂതഹൃദയം മുനിമാഹദോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ചതുർത്ഥസ്കന്ധം 10-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. തഥാവശിഷ്ടായിതരേ രണാജിരാത് രക്ഷോ ഗണാക്ഷത്രിയവര്യപാചകൈ പ്രായോ വിഭർക്കണാവയവാ വിദുദ്രു മൃഗേന്ദ്രവിക്രീഡിതയൂഥപായിവാം. ഹത അവശിഷ്ട, കൊല്ലപ്പെട്ടതിൻ്റെ ബാക്കിയുള്ള, ഇതരെ മറ്റുള്ളവർ, രണാജിരാത് യുദ്ധഭൂമിയിൽ നിന്നും, രക്ഷോഗണാഹ രക്ഷോഗണങ്ങൾ, ക്ഷത്രിയ വലിയ ഫായകൈഹി ക്ഷത്രിയ ശ്രേഷ്ഠനായ ധ്രുവന്റെ അമ്പുകളാൽ കുറേ പേര് നശിച്ചു. ബാക്കിയുള്ളവർ യുദ്ധഭൂമിയിൽ നിന്നും രക്ഷോഗണങ്ങൾ പ്രായോ മിക്കവാറും വിവർക്കണ അവയവാഹ. വിവർക്കണം എന്ന് വെച്ചാൽ മുറിയപ്പെട്ടത്, മുറിഞ്ഞ അവയവത്തോടെ, അവയവങ്ങളിൽ മുറിവേറ്റിട്ട് വിവർക്കണ അവയവാ, മുറിവേറ്റ അവയവങ്ങളുമായി വിദുദ്രൂഹു ഓടിപ്പോയി. വിദുദ്രൂഹു ഓടിപ്പോയി. ക്ഷത്രിയവര്യനായ ധ്രുവന്റെ ഫായകങ്ങളാൽ, അമ്പുകളാൽ, ഹതാവശിഷ്ടേ ഇതരെ മരിച്ചുപോയതല്ലാതെ ബാക്കി അവശേഷിക്കുന്ന കുറച്ചുപേരെ, രണാജിരാത് രണഭൂമിയിൽ നിന്നും ആ രക്ഷോഗണങ്ങൾ മിക്കവാറും അവയവങ്ങൾക്ക് മുറിവേറ്റവരല്ലാത്തവരാരുമില്ല, പരിക്ക് പറ്റാത്തവരാരുമില്ല. ആ പരിക്കോടുകൂടി അവരെ യുദ്ധഭൂമിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. വിദുദ്രു, ഏതുപോലെ മൃഗേന്ദ്ര വിക്രീഡിത യൂഥപ ഇവ, സിംഹത്താൽ വിക്രീഡിതമായ കളിക്കപ്പെട്ട ആനകളെപ്പോലെ, സിംഹത്തെ കണ്ട് ഭയന്ന് ഓടി ഒളിക്കുന്ന ആനകളെപ്പോലെ യുദ്ധസ്ഥലത്തു നിന്നും ഇവരെല്ലാം ഓടി ഒളിച്ചു. മൃഗേന്ദ്രൻ സിംഹമാണ്, യൂഥപം ആനയാണ്. മൃഗേന്ദ്രന്റെ വിക്രീഡിതങ്ങൾ കണ്ട യൂഥപങ്ങളെ പോലെ. ഹതാവശിഷ്ടായിതരേ രണാജിരാത് രക്ഷോഗണാക്ഷത്രിയ വല്യഫായകൈ പ്രായോ വിവർക്കണാവയവാ വിദുദ്രു മൃഗേന്ദ്ര വിക്രീഡിത യൂഥപായിവാം. ക്ഷത്രിയ വല്യഫായകൈ പ്രായഃ വിവർക്കണാവയവാः ഹതാവശിഷ്ടാः ഇതരേ രക്ഷോഗണാः മൃഗേന്ദ്ര വിക്രീഡിത യൂഥപായിവ രണാജിരാത് വിദുദ്രു. ഹതാവശിഷ്ടാ ഇതരേ രണാജിരാത് രക്ഷോഗണാക്ഷത്രിയവല്യഫായകൈ
പ്രായോ വിവർക്മാവേവാ വിദുദ്രുവോ മൃഗേന്ദ്രവിക്രീഡിതയൂഥപായിവാം അതാവശിഷ്ടായിതരേ രണാജിരാത് രക്ഷോഗണക്ഷത്രിയവയ്യപായകൈ പ്രായോ വിവർക്ണാവേവാ വിദുദ്രുവോ മൃഗേന്ദ്രവിക്രീഡിതയൂഥപായിവാം അപശ്യമാനഫതദാതദായിനം മഹാമർത്ഥേ കഞ്ചനമാനവോത്തമാം പുരീം ദദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനം വേദ ചികീർഷിതം ജനം ഇതി ഭുവം ക്ഷിത്രരഥസാരഥിം യത്തപരേഷാം പ്രതിയോഗശങ്കിതാം ശുശ്രാവശബ്ദം ജലധേരിവേദിതം നഭഃഫുതോ ദിക്ഷുരജോന്വദൃശ്യതാം. അപശ്യമാനഃ കാണാതെ, സഹ അവൻ, തത് ആതതായിനം ആതതായിയെ ഇവിടെ ആതതായിക്ക് ശസ്ത്രധാരികൾ എന്നുള്ള അർത്ഥം. ആതതായിക്ക് സന്ദർഭാനുസരണം ഒത്തിരി അർത്ഥങ്ങൾ മാറി തന്നെ വരും. ഹയാത് രണാത് ദ്രുത എന്നർത്ഥമുണ്ട്. പേടിച്ചു പോയവരായ സൈന്യങ്ങളെയൊക്കെ ആതതായികൾ. 6 ദോഷങ്ങളുള്ളവർ ആതതായികൾ എന്ന് ഗീത പറയുന്നു. ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ശസ്ത്രപാണികൾ എന്നേ ഉള്ളൂ അർത്ഥം. തത് ആതതായിനം, ശസ്ത്രപാണിയായ ഒരുവനെയും മഹാമൃഥേ വലിയ യുദ്ധത്തിൽ, മൃഥ എന്ന യുദ്ധം, മൃഥേ യുദ്ധത്തിൽ, മഹാമൃഥേ വലിയ യുദ്ധത്തിൽ, കഞ്ചന ഒരാളെ പോലും, മാനവോത്തമ ആ മനുകുല ശ്രേഷ്ഠൻ, മാനവൻ മനുവിന്റെ പുത്രൻ, ആ ധ്രുവൻ ആ മഹായുദ്ധത്തിലെ ആയുധധാരികളായ ഒരാളെപ്പോലും പുരീം ദിദൃക്ഷന്നപി ന അവിശത്, ഒരാളെപ്പോലും അവശ്യമാനഃ കാണാതായിട്ട്, പുരീം ദദൃക്ഷന്നപി ന അവിശത് ദ്വിഷാം ന മായിനം വേദ ചികീർഷിതം ജനഃ. ആയുധധാരികളായ ഒരാളെപ്പോലും ആ യുദ്ധത്തിൽ കാണാനില്ല. അതുകൊണ്ട് ദ്വിഷാംപുരി, ശത്രുക്കളുടെ പുരിയിലേക്ക് ദിദൃക്ഷന്നപി, കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ പോലും, ദ്വിഷാം പുരീം ദിദൃക്ഷന്നപി ന അവിശത്, കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ പോലും അവിടേക്ക് പ്രവേശിച്ചില്ല. ന അവിശത് പ്രവേശിച്ചില്ല. അവിശത് പ്രവേശിച്ചു, നാവിശത് പ്രവേശിച്ചില്ല. കാണാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ പോലും ദദൃക്ഷന്നപി നാവിശത് ദ്വിഷാംപുരി ന മായിനം വേദ ചികീർഷിതം ജന. ജനഃ ന വേദ, ജനങ്ങൾ അറിയുന്നില്ല. മായിനാം ചികീർഷിതം, മായയുള്ളവരുടെ ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹം. മായകളുള്ള യോഗികളുടെ എന്തൊക്കെയാ അവർ ചെയ്യുന്നത് നേരത്തെ പറയാൻ പറ്റത്തില്ലല്ലോ. ആ യുദ്ധത്തിൽ അപ്പൊ തന്നോട് നേരിടാൻ ആയുധം ധരിച്ച് ഒരാളെ പോലും കണ്ടില്ല. മഹാമൃഥേ കഞ്ചന ആതതായിനം അപശ്യമാനഃ, മാനവോത്തമനായ ധ്രുവൻ അപ്പോൾ ആ യുദ്ധത്തിൽ ആയുധധാരികളായി തന്റെ നേരെ എതിരിടാൻ വരുന്ന ഒരാളെ പോലും കണ്ടില്ല. അപ്പൊ ശത്രുക്കളുടെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കിയാൽ, അവരുടെ പുരത്തിനകത്ത് കടന്നു നോക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് കടന്നില്ല. എന്താ കാരണം? അവര് പോയത് കുറെ സൈന്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന് യുദ്ധം കുറച്ചുകൂടി പുഷ്ടിപ്പെടുത്താനായി. അങ്ങനെയാണെങ്കിൽ താൻ ഇപ്പൊ കയറി ചെല്ലുമ്പോൾ ആരും കാണുകയില്ല യുദ്ധം ചെയ്യാൻ. യോദ്ധാക്കളുണ്ടെങ്കിലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അകത്തോട്ട് പ്രവേശിച്ചില്ല.
മായികളുടെ ചികീർഷിതം ജനങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതി ബ്രുവൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രരഥ സാരഥി, ചിത്രരഥൻ എന്ന തന്റെ സാരഥിയെ എത്ത പരേഷാം പ്രതിയോഗശങ്കിത, പരേഷാം പ്രതിയോഗ, മറ്റുള്ളവരുടെ ശത്രുക്കളുടെ പ്രതിയോഗം നേരെ യുദ്ധം ചെയ്യുക. അങ്ങനെ നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന അത് ശങ്കിച്ച് ശുശ്രാവ ശബ്ദം ജലധേരിവേരിതം, ശബ്ദം കേട്ടു, ശുശ്രാവ കേട്ടു ശബ്ദത്തെ, ജലധേഹി ഈരിതം ഇവ, സമുദ്രത്തിന്റെ ഇരമ്പൽ പോലെ, ജലധേരിവേരിതം, ജലധേഹി ഈരിതം ഇവ, സമുദ്രത്തിന്റെ ഇരമ്പൽ പോലെയുള്ള ശബ്ദം കേട്ടു. നഭസ്വതോ ദിക്ഷു രജു അന്വദൃശ്യത, ആകാശത്ത് ഓരോ ദിക്കിലായിട്ട് രജഹ പൊടിപടലങ്ങൾ അന്വദൃശ്യത കണ്ടു. അപ്പൊ എതിർക്കാൻ ആരും വരാതിരിക്കുന്ന കണ്ടപ്പോൾ അല്പസമയം വിശ്രമിക്കുന്ന മട്ടിലായി മനുവിന്. അതുകൊണ്ട് തന്റെ വിചിത്രമായ രഥത്തിൽ സാവധാനം നടത്തി പതുക്കെ പോയി. എന്താണ് മായാവികളുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഇവര് ഉപദേവന്മാരാണ്, മായാവിദ്യകളുള്ളവരാണ്. ആ മായിനാം ചികീർഷിതം, അവരെന്താ ചെയ്യാൻ പോകുന്നത് നേരത്തെ അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട് സാവധാനം പോകണം എന്ന് ഭാരതിയോട് പറഞ്ഞു. ഇത് ബ്രുവം ചിത്രരഥ ഭാരതി, ചിത്രരഥൻ തന്റെ ഭാരതിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ്? മായിനാം ചികീർഷിതം ജനഹനവേദ, മായികളുടെ ചികിത്സ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് സാവധാനം 4 ദിക്കിലും നോക്കി സൂക്ഷിച്ച് രഥം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ സമുദ്രത്തിന്റെ ഇരമ്പല് പോലെ ശബ്ദം കേട്ടു. 4 ദിക്കിൽ നിന്നും കാറ്റത്ത് പൊടിപട്ടലങ്ങൾ അങ്ങനെ വലിയ പുക പോലെ വന്ന് വീഴുന്ന ഒരു കാഴ്ചയും. ഇത് അവരുടെ മായാപ്രയോഗത്തിന്റെ ഭാഗമാണ് എന്ന് ധ്രുവന് മനസ്സിലാവുകയും ചെയ്തു. അപശ്യമാനഫതദാതതായിനം മഹാമധേ കഞ്ചനമാനവോത്തമാം പുരീം ദദൃക്ഷന്നവിനാവിശദ്വിഷാം നമായിനം വേദചകീർഷിതം ജനാം. ഇതി ബ്രുവം ചിത്രരഥസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിതാം ശുശ്രാവശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷുരജോദ്വദൃശ്യതാം. തഥാ സഹ മാനവോത്തമഃ മഹാമഥേ ആതതായിനം അപശ്യമാനഃ ചിത്രരഥഃ പരേഷാം പ്രതിയോഗശങ്കിതഃ യത്തഃ ദുഷാം പുരീം ദിദൃക്ഷൻ അപി ന അവിശത് മായിനാം ചികീർഷിതം ജനഃ നവേദ. ഇതി സുസാരഥിം ബ്രുവൻ ജലധേഹി ഈരിതം ഇവ ശബ്ദം ശുശ്രാവ നഭസ്വതഃ ദിക്ഷു രജഃ അന്വദൃശ്യത. അവശ്യമാനഫതദാതതായിനം മഹാമധേ കഞ്ചനമാനവോത്തമാം പുരീം ദദൃക്ഷന്നവിനാവിശദ്വിഷാം നമായിനം വേദചകീർഷിതം ജനാം. ഇതി ബ്രുവം ചിത്രരഥസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിതാം ശുശ്രാവശബ്ദം ജലധേരിവേരിതം സ്വതോ ദിക്ഷുരജോന്വദൃശ്യതാം. അപശ്യമാനഫതദാതതായിനം മഹാമധേ കഞ്ചനമാനവോത്തമാം പുരീം ദദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനം വേദചകീർഷിതം ജനാം. ഇതി ബ്രുവം ചിത്രരഥസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിതാം ശുശ്രാവശബ്ദം ജലധേരിവേരിതം നഭസ്വതോ ദിക്ഷുരജോന്വദൃശ്യതാം. അപശ്യമാനഫതദാതതായിനം മഹാമധേ കഞ്ചനമാനവോത്തമാം പുരീം ദദൃക്ഷന്നപി നാവിശദ്വിഷാം നമായിനം വേദചകീർഷിതം ജനാം.
ഇതി ബ്രുവം ചിത്രരഥസാരഥിം യത്ത പരേഷാം പ്രതിയോഗശങ്കിതശുശ്രാവശബ്ദം ജലധേരിവേദിതം നഖഫുതോ ദൃശ്യതാം. ക്ഷണേന ആച്ഛാദിതം വ്യോമാം ഖനാനീകേന സർവതാം വിസ്ഫുരത്തടിതാദിക്ഷു പ്രാപയത്തനയത്ന. ക്ഷണേന ആച്ഛാദിതം വ്യോമ, അല്പസമയം കൊണ്ട് ആകാശം നിറയപ്പെട്ടു പൊടിപടലങ്ങൾ. ഖനാനീകേന, ഖനം മേഘം, അനീകം കൂട്ടം. സർവത എല്ലായിടത്തും ചുറ്റും മേഘപടലങ്ങൾ വന്ന് നിറഞ്ഞു. വിസ്ഫുരത്തടിത, മിന്നലോടെ. തടിത്ത് മിന്നൽ, വിസ്ഫുരത്തുടിത, മിന്നുന്ന മിന്നലുകളോടെ. ദിക്ഷു, ദിക്കുകളിലെ. ത്രാഫയത്, ഭയപ്പെടുത്തിക്കൊണ്ട്. തനയത്തുന, ഇടി. തനിതം ഇടി, സ്തനയത്തുന, ഇടിനാദത്തോടൊപ്പം മിന്നലിനോടൊപ്പം മേഘങ്ങൾ ആകാശത്ത് ഇരുണ്ടുകൂടി നിറഞ്ഞു. ഇതൊക്കെ ആ രക്ഷോഗണങ്ങളുടെ മായാപ്രയോഗത്തിന്റെ ഭാഗമാണ്. ക്ഷണേന ആച്ഛാദിതം വ്യോമം ഖനാനീകേന സർവതാം വിസ്ഫുരത്തടിതാദിക്ഷുത്രാഫേത് സ്തനയത്നാം. വിസ്ഫുരത്തടിതാം ത്രാഫേത് സ്തനയത്ന ഖനാനീകേന ക്ഷണേന ദിക്ഷു സർവതഃ വ്യോമ ആച്ഛാദിത. ക്ഷണേന ആച്ഛാദിതം വ്യോമം ഖനാനീകേന സർവതാം വിസ്ഫുരത്തടിതാദിക്ഷു ത്രാഫേത് സ്തനയത്നാം. വിസ്ഫുരത്തടിത ത്രാഫയത്ന ഖനാനീകേന ക്ഷണേന ദിക്ഷു സർവതഃ വ്യോമ ആച്ഛാദിതം. ക്ഷണേന ആച്ഛാദിതം വ്യോമം ഖനാനീകേന സർവതാം വിസ്ഫുരത്തടിതാദിക്ഷു ത്രാഫേത് സ്തനയത്നാം. ക്ഷണേന ആച്ഛാദിതം വ്യോമം ഖനാനീകേന സർവതാം വിസ്ഫുരത്തടിതാദിക്ഷു ത്രാഫേത് സ്തനയത്നാം. വപുഷു രുധിരൗഘാസൃൂയവിന്മൂത്രമേധസ നിപേതുർഗഗനാദഫ്യാം കബന്ധന്യഗ്രതോ നഖാം. വപുഷു, വർഷിച്ചു. രുധിരൗഘ, ചോരക്കൂട്ടങ്ങൾ. അസൃക് പൂയ വിൺമൂത്രമേധസ, മലം, മൂത്രം, മേധസ് തുടങ്ങിയ അശുദ്ധ വസ്തുക്കൾ, തുപ്പലുകൾ, ഇതെല്ലാം മേഘജാലത്തിൽ കൂടെ വർഷിച്ചു. വവർഷോ രുധിരൗഘാസൃക് പൂയ വിൺമൂത്രമേധസ നിപേതുർഗഗനാദസ്യ, ആകാശത്തും താഴേക്ക് വീണു. കബന്ധാനി അഗ്രതോനഖ, ശിരഫില്ലാത്ത ശരീരങ്ങൾ, കബന്ധങ്ങൾ ആകാശത്തും താഴേക്ക് വീഴുകയുണ്ട്. ഇതൊക്കെ മായാപ്രയോഗത്തിന്റെ ഭാഗമാണ്. ശത്രുക്കളെ ഭയപ്പെടുത്താൻ, ഭീഷണിപ്പെടുത്താൻ, അവരെ ഓടിച്ചുവിടാൻ ഇതൊക്കെ ധാരാളം മതിയാകും. വവർഷോ രുധിരൗഘാസൃക് പൂയ വിൺമൂത്രമേധസ നിപേതുർഗഗനാദസ്യ കബന്ധന്യഗ്രതോനഖാം. രുധിരൗഘ, അസൃക് പൂയ വിൺമൂത്രമേധസ വവർഷു. ഗഗനാത് അസ്യ കബന്ധാനി അനഘോ നിപേതു. അനഘ എന്നുള്ള സംബോധന ആദ്യം വേണം. വവർഷോ രുധിരൗഘാസൃക് പൂയ വിൺമൂത്രമേധസ നിപേതുർഗഗനാദസ്യ കബന്ധന്യഗ്രതോ നഖാം. വവർഷോ രുധിരൗഘാസൃക് പൂയ വിൺമൂത്രമേധസ നിപേതുർഗഗനാദസ്യ കബന്ധന്യഗ്രതോ നഖാം.
തതഖേദൃശ്യത ഗിരി നിപേതു പർവതോ ദിശം യഥാ പരിഹനസ്ത്രം സമുഫല ബാഷ്മവർഷിണാം തതഃ അനന്തരം ഖേ അദൃശ്യത ആകാശത്തിൽ കണ്ടു. ഖേ ആകാശത്തിൽ അദൃശ്യത കണ്ടു. ഗിരീൻ നിപേതു പർവ്വതങ്ങളെ നിപേതുഹു വീഴുന്നതായിട്ട് കണ്ടു. പർവ്വതങ്ങൾ താഴേക്ക് വന്ന് വീഴുന്നു. പർവ്വതോദിശം എല്ലാ ദിക്കിൽ നിന്നും പർവ്വതങ്ങൾ താഴേക്ക് വന്ന് വീഴുന്നു. ഗദ പരിഖ നൃംശ മുഫല ആയുധങ്ങളുടെ പേരെയാണ്. ഗദ, അതുപോലെ പരിഖം, നൃംശം, ഈ മൂന്ന് ഇങ്ങനെയുള്ള ഈ ശൂലങ്ങൾ. അപ്പൊ അശ്മവർഷിണ കല്ലിൻ കൂട്ടങ്ങൾ, അശ്മകല്ലിൻ, വർഷിണ വർഷിക്കുന്നതും അദൃശ്യത കണ്ടു. ഉടൻ തന്നെ പർവ്വതങ്ങൾ നാനാദിക്കിൽ നിന്നും വന്ന് വീഴുന്നു. ആയുധങ്ങൾ വന്ന് വീഴുന്നു. കല്ലുകൾ വന്ന് വീഴുന്നു. ഇതെല്ലാം മായാപ്രയോഗത്തിന്റെ ഭാഗങ്ങളാണ്. തതഖേദൃശ്യത ഗിരിൻ ഗിരിൻ നിപേതു പർവ്വതോ ദിശം ഗദാപരിഹനസ്ത്രം സമുഫല ഫാഷ്മവർഷിണ. തതഖേ ഗിരീൻ അദൃശ്യത ഫാഷ്മവർഷിണ ഗദാപരിഹനസ്ത്രം സമുഫലാഹ നിപേതു. തതഖേ അദൃശ്യത ഗിരീൻ നിപേതു പർവ്വതോ ദിശം ഗദാപരിഹനസ്ത്രം സമുഫല ഫാഷ്മവർഷിണ. തതഖേ അദൃശ്യത ഗിരീൻ നിപേതു പർവ്വതോ ദിശം ഗദാപരിഹനസ്ത്രം സമുഫല ഫാഷ്മവർഷിണ. അഹയോശനിശ്വാഫാം വമന്തോക്ഷിഭിः അഭ്യധാവൻ ഗജാ മത്താഹ സിംഹ യൂഥശ. അഹയോ പാമ്പുകൾ, അശനി നിശ്വാസാഹ വമന്തോ അഗ്നിം രുഷാക്ഷിഭി. രുഷ കോപിച്ച കണ്ണുകളിൽ നിന്നും അഗ്നിം വമന്തഹ അഗ്നിയെ വമിപ്പിച്ചുകൊണ്ട് നിശ്വാസ ഇടുത്തിക്ക് തുല്യമായ വിശ്വാസത്തോടെ അശനി നിശ്വാസ അഹയ പാമ്പുകൾ. അഭ്യധാവൻ ഓടുന്നു ഗജാഹ ആനകൾ, മത്താഹ മതിച്ചാനകൾ, സിംഹ വ്യാഘ്രാശ്ചയൂഥസ സിംഹങ്ങളും വ്യാഘ്രങ്ങളും ഒക്കെ കൂട്ടം കൂട്ടമായിട്ട്, യൂഥസ കൂട്ടം കൂട്ടമായിട്ട് ഓടുന്നു. ഇത്രയും പ്രകൃതി വിക്ഷോഭങ്ങൾ കണ്ട് മൃഗങ്ങൾ പോലും, സിംഹം മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് പേടിച്ച് ഓടുന്നു. പാമ്പുകളുടെ കണ്ണിൽ നിന്നും തീയാണ് താഴേക്ക് വീഴുന്നത്. ഇങ്ങനെ ആ യുദ്ധരംഗം ആകപ്പാടെ അതിഭീകരമായി മാറി. അഹയോ അശനി നിശ്വാസാവമന്തോ രുഷാക്ഷിഭി അഭ്യധാവൻ ഗജാമത്താഹ സിംഹം വ്യാഘ്രാശ്ചയൂഥസാം. രുഷാ അക്ഷിഭി അഗ്നിം വമന്തഃ അശനി നിശ്വാസാഹ അഹയഃ മത്താഹ ഗജാഃ സിംഹം വ്യാഘ്രാഃ യൂഥസഃ അഭ്യധാവൻ. അഹയോ അശനി ശ്വാസാവമന്തോ രുഷാക്ഷിഭി അഭ്യധാവൻ ഗജാമത്താഹ സിംഹം വ്യാഘ്രാശ്ചയൂഥസാം. അഹയോ അശനി നിശ്വാസാവമന്തോ രുഷാക്ഷിഭി അഭ്യധാവൻ ഗജാമത്താഹ സിംഹ വ്യാഘ്രാശ്ചയൂഥസാം. സമുദ്ര ഊർമിഭിർഭീമ പ്ലാവയൻ സർവതോ ഭുവം ആസസാദ മഹാഹ്രാദം തൻപന്തൈവ ഭീഷണാം. സമുദ്ര ഊർമിഭിർഭീമ, സമുദ്രം തിരമാലകളെ കൊണ്ട് ഗംഭീരമായി ഭയങ്കരമായി, ഊർമിഭി തിരമാലകളാൽ, ഭീമ ഭയങ്കരം, പ്ലാവയൻ സർവതോ ഭുവം ഭൂമിയിലേക്കെല്ലാം ഇരച്ചു കയറി തുടങ്ങി. ആസസാദ മഹാഹ്രാദം തൻപന്തൈവ ഭീഷണാം. ആസസാദ എത്തിച്ചേർന്നു, മഹാഹ്രാദ വലിയ ശബ്ദത്തോടെ, കൽപ്പന്ത ഭീഷണയില്ല,
കൽപ്പാന്തകാലത്തിലെ ഭീഷണ ശബ്ദം പോലെ മഹാഭയത്തെ ജനിപ്പിക്കുന്നതായിട്ട് സമുദ്രം കരക്കോട്ട് കയറി ഇരമ്പി വന്നു തുടങ്ങി. സമുദ്ര ഊർമിഭിർഭീമ പ്ലാവയൻ സർവതോപുവം ആഫപാദ മഹാഹ്രാദ കൽപ്പന്തൈവ ഭീഷണാം. സർവതഃ ഭുവം ഊർമിഭിः പ്ലാവയൻ മഹാഹ്രാദः ഭീമഃ സമുദ്രഃ കൽപ്പന്ത ഇവ ഭീഷണഃ ആഫപാദ. സമുദ്ര ഊർമിഭിർഭീമം പ്ലാവയൻ സർവതോ ഭുവം ആഫപാദ മഹാഹ്രാദ കൽപ്പന്തൈവ ഭീഷണാം. സമുദ്ര ഊർമിഭിർഭീമം പ്ലാവയൻ സർവതോ ഭുവം ആഫപാദ മഹാഹ്രാദ കൽപ്പന്തൈവ ഭീഷണാം. ഏവം വിധന്യനേകാനി പ്രാഫനന്യമനസ്സിനം പ്രസൃജുസ്തിഗ്മഗതയാം ആഫുര്യ മായയാ പുരാഹ. ഏവം വിധാനി അനേകാനി ത്രാഫനാനി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭയം ജനിപ്പിക്കുന്ന അമനഫിനാം ധീരന്മാർക്ക്. മനസ്സുകൾ ധീരന്മാർ, അമനസ്സുകൾ ധീരമില്ലാത്തവർക്ക്, ധൈര്യമില്ലാത്തവർ, പേടിച്ചോടുന്നവർക്ക് ഇങ്ങനെ പലതരത്തിൽ ഭയമുണ്ടാക്കി ഫഫ്രജുഹു സൃഷ്ടിച്ചു. തിഗ്മഗതയഃ ക്രൂരങ്ങളായ ഗതികളോടുകൂടിയ ആസുചിയാഹ അസുരന്മാർ മായയാസുരാഹ, ഇങ്ങനെ അസുരന്മാർ ആസുരപ്രകൃതിയായ മായകളെ കൊണ്ട് ഭയങ്കരങ്ങളായ ക്രൂരങ്ങളായ കുറെ സൃഷ്ടികൾ നടത്തി അവിടെ. ഏവം വിധന്യനേകാനി ത്രാഫനന്യമനസ്വിനാം സഫൃജുസ്തിഗ്മഗതയാം ആസുച്യ മായയാ പുരാഹം. തിഗ്മഗതയഃ അസുരാഹ ഏവം വിധാനി അമനസ്വിനാം ത്രാഫനാനി അനേകാനി ആസുര്യ മായയാ സഫൃജുഃ. ഏവം വിധന്യനേകാനി ത്രാഫനന്യമനസ്വിനാം. അവിടെ ത്രാഫനന്യമനസ്വിനാം എന്നെടുത്ത് വായിക്കണം. ഏവം വിധന്യനേകാനി ത്രാഫനന്യമനസ്വിനാം സഫൃജുസ്തിഗ്മഗതയാ ആസുര്യ മായയാ പുരാഹ. തിഗ്മഗതയഃ അസുരാഹ ഏവം വിധാനി അമനസ്വിനാം ത്രാഫനാനി അനേകാനി ആഫൂജ്യ മായയാ സഫൃജുഃ. ഏവം വിധന്യേകാനി ത്രാഫനന്യമനസ്വിനാം സഫൃജുസ്തിഗ്മഗതയാ ആഫൂജ്യ മായയാ പുരാഹ. ഏവം വിധന്യനേകാനി ത്രാഫനന്യമനസ്വിനാം സഫൃജുസ്തിഗ്മഗതയാ ആഫൂജ്യ മായയാ പുരാഹ. ധ്രുവേ പ്രയുക്തമാസുരൈസ്താം മായാമതിദുസ്തരാം നിശമ്യദശമുനയ ശമാശംസം സമാഗതാഃ. ധ്രുവനിൽ പ്രയുക്തം പ്രയോഗിക്കപ്പെട്ട ആസുരൈഹി ആസുരങ്ങളാൽ താം അതിനെ മായാം അതിദുസ്തരമായ മായയെ, അപ്പുറത്ത് കിടക്കാൻ വിഷമമുള്ള മായയെ കുറിച്ച് നിശാമ്യ കേട്ടിട്ട് തസ്യ അവന്റെ കൂടെയുള്ള മുനിമാർ ശമം ആശംസൻ സമാധാനത്തെ ആശംസിച്ചുകൊണ്ട് സമാഗതാഹ വന്നു ചേർന്നു. അസുരന്മാർ ധ്രുവന്റെ മേർക്ക് ഉപയോഗിച്ച മായാപ്രയോഗങ്ങൾ കണ്ടിട്ട് മഹർഷിമാർ അവിടെ എത്തി ധ്രുവനെ ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു.
ധ്രുവേ പ്രയുക്താമാസുരേഫ്താം മായാമതിദുസ്തരാം നിശമ്യതശമുനയ ശമാശംസം സമാഗത. അസുരൈഃ ധ്രുവേ പ്രയുക്താം അതിദുസ്തരാം താം മായാം നിശമ്യ സമാഗതാഃ മുനയഃ തസ്യ ആശംസൻ. ധ്രുവേ പ്രയുക്താസുരൈഃ താം മായാമതിദുസ്തരാം നിശമ്യതശമുനയ ശമാശംസൻ സമാഗതാ. ധ്രുവേ പ്രയുക്തമാസുരൈസ്താം മായാമതിദുസ്തരാം നിശമ്യതശമുനയ ശമാശംസൻ സമാഗതാഹം. മുനയഃ ഊചുഃ, മുനിമാർ പറഞ്ഞു. ഔത്താനപാദേ ഭഗവംസ്തവ സർഗധന്വാ ദേവക്ഷിണോത്വവനതാതിഹരോ വിവക്ഷൻ. എന്നാമധേയമഭിധായ നിശമ്യ വാഗ്ധ ലോകോജ്ജസാതരതി ദുസ്തരവംഗമൃത്യും. ഹേ ഔത്താനപാദേ, ഉത്താനപാദന്റെ പുത്രനാണ് താങ്കൾ എന്ന് ധ്രുവനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കുലമഹിമാ പിതാവിന്റെ ഭക്തം ഇതൊക്കെ. ഔത്താനപാദേ ഭഗവൻ തവ ശാർംഗധന്മ, അങ്ങയുടെ ഈ ശാർംഗമെന്ന് പേരുള്ള ധനുസ്സുകൊണ്ട്, ശാർംഗമെന്ന ഈ വില്ലുകൊണ്ട് ദേവഹ, ദേവനായ ഭഗവാൻ ക്ഷിണോതു അവനതാർത്തിഹരോ വിവക്ഷാൻ. ക്ഷിണോതു ക്ഷയിപ്പിക്കട്ടെ, നശിപ്പിക്കട്ടെ. അവനത ആർത്തിഹരോ, നമസ്കരിക്കുന്നവരുടെ ദുഃഖമില്ലാതാക്കുന്ന. ക്ഷിണോതു അവനത ആർത്തിഹരോ, അവനതന്മാരുടെ ആർത്തി ഇല്ലാതാക്കുന്ന, ദുഃഖമില്ലാതാക്കുന്ന. വിപക്ഷാൻ, ശത്രുക്കളെ. ക്ഷിണോതു ക്ഷയിപ്പിക്കട്ടെ. ഹേ ഉത്താനപാദേ, നമസ്കരിക്കുന്നവരുടെ ദുഃഖമില്ലാതാക്കുന്ന ശാർംഗമെന്ന വെല്ലോടുകൂടിയ ആ ഭഗവാൻ വിഷ്ണു തന്നെ നിന്റെ ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. ഇനി നീ വിചാരിച്ച പറ്റും. മായാപ്രയോഗത്തെ നേരിടാൻ മായ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. രാജാവായി നിനക്ക് മായകളില്ല. മായകൾ ഏറ്റവും അധികം ഇതിനെ അതിക്രമിക്കാൻ പറ്റുന്ന മായ ഉള്ളത് ഭഗവാന് മാത്രമേ. താങ്കൾ ഭഗവത് ഭക്തനാണല്ലോ. അതുകൊണ്ട് താങ്കളെ രക്ഷിച്ച ഭഗവാൻ തന്നെ ഈ മായാപ്രയോഗത്തിൽ താങ്കളെ രക്ഷിക്കും. ഔത്താനപാദേ ഭഗവാൻ ശാർംഗധന്വാ അവനതാർത്തിഹരോ ഭഗവാൻ ദേവഃ വിവക്ഷൻ ക്ഷിണോതു, ശത്രുക്കളെ ക്ഷയിപ്പിക്കട്ടെ. എന്നാമധേയം അഭിധായ, യാതൊരു ഭഗവാന്റെ നാമധേയത്തെ പറഞ്ഞിട്ടോ ചിരിച്ചിട്ടോ നിശമ്യ വാ കേട്ടിട്ടോ അദ്ധാ പെട്ടെന്ന് ലോകോ അഞ്ജസ, ലോകത്തിലെ ജനങ്ങൾ അതിവേഗതയിൽ തരണം ചെയ്യുന്നു. ദുസ്തരം അംഗ മൃത്യു, ദുസ്തരം മൃത്യു, കടക്കാൻ വിഷമമുള്ള മൃത്യുവിനെ കടക്കുന്നു, തരണം ചെയ്യുന്നു. അംഗ എന്നുള്ള സംബോധനയാണ്. ഔത്താനവാദിയായ ധ്രുവനെ വിളിച്ചൊരു പേരാണ്. ഹേ ഔത്താനപാദേ അംഗ. അംഗൻ പൂജ്യൻ, പൂജ്യനായ ഉത്താനപാദന്റെ പുത്രനായിരിക്കുന്ന ഹേ ധ്രുവ, ഇനിയും നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഉപദേവന്മാരുടെ മായാവലയത്തിൽ നീ അകപ്പെട്ടിരിക്കുകയാണ്. നീയും ഭഗവാൻ ശാർംഗധന്വാവായ ഭഗവാൻ ആ വില്ലുകൊണ്ട് ശത്രുക്കളെ സംഹരിക്കട്ടെ.
യാതൊരു ഭഗവാന്റെ പേര് കേട്ടാൽ മതി, വാക്കുച്ചരിച്ചാൽ മതി, ലോകത്തുള്ള ജനങ്ങൾക്ക് സംസാരമാകുന്ന ഭയത്തെ ഇല്ലാതാക്കാൻ പറ്റും. പിന്നാട്ടെ ഈ ഭയം. ഭഗവൻ നാമധേയങ്ങൾ കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകത്തുള്ള ജനങ്ങൾ അതിക്രമിക്കാൻ പറ്റാത്ത സംസാര സമുദ്രത്തെ അതിക്രമിച്ച് അങ്ങയുടെ മോക്ഷ പദവിയിലേക്ക് എത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭഗവാനെ സ്മരിക്കുക എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇനി നിന്നെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഭഗവത് പാദങ്ങളെ ആശ്രയിച്ച് ഭഗവത് നാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് നീ അല്പസമയം ഭഗവാനെ ധ്യാനിച്ചോളൂ. ഭഗവാൻ ഈ ശത്രുക്കളെയൊക്കെ നിഗ്രഹിച്ചുകൊള്ളും. മായയെ ഇല്ലാതാക്കാൻ മായാവിയായ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ എന്ന് മുനിമാൻ ഭുവനി ആശ്വസിപ്പിച്ചു. ഔത്താനവാദേ ഭഗവതവ സംഗധന്വാം ദേവക്ഷിണത്വപനതാതിഹരോ വിപക്ഷാൻ എന്നാമധേയമഭിധായ നിശമ്യവാദ്ധ ലോകോഞ്ജഫാതരിതുസ്തരമംഗമത്യം. ഹേ അംഗ ഔത്താനപാദേ അവനതാതിഹരഃ ശാർംഗധന്വാ ദേവഃ ഭഗവാൻ തവ വിപക്ഷം ശൃണോതു എന്നാമധേയം അഭിധായ നിശമ്യവാ ലോകഃ ദുസ്തരം മൃത്യും അഞ്ജഫ അത്ഥ തരതി. ഔത്താനവാദേ ഭഗവം തവ സംഗധന്വാം ദേവക്ഷിണത്വപനതാതിഹരോ വിപക്ഷാൻ എന്നാമധേയമഭിധായ നിശമ്യവാദ്ധ ലോകോഞ്ജഫാതരതി ദുസ്തരമംഗമത്യം. ഔത്താനപാദേ ഭഗവം തവ സംഗധന്വാ ദേവക്ഷിണത്വപനതാതിഹരോ വിപക്ഷാൻ എന്നാമധേയമഭിധായ നിശമ്യവാദ്ധ ലോകോഞ്ജഫാതരതി ദുസ്തരമംഗമത്യം. ഔത്താനപാദേ ഭഗവം തവ സംഗധന്വാ ദേവക്ഷിണോത്വപനതാതിഹരോ വിപക്ഷാൻ എന്നാമധേയമഭിധായ നിശമ്യവാദ്ധ ലോകോഞ്ജഫാതരതി ദുസ്തരമംഗമത്യം. അങ്ങനെ 10ാമത്തെ അധ്യായം മുനിമാർ വന്നു ഭഗവാനെ ആശ്വസിച്ച് ഉപസംഹരിക്കാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഒരു ജലദോഷമോ മൂക്കിലൊരു അസ്വസ്ഥതയോ തലവേദനയൊക്കെ ഉണ്ട്. പ്രവേശം ഞാൻ എടുത്തു വന്നപ്പോഴാണ് ശബ്ദവും കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം അത്യാവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.